എന്തോന്ന് സാറന്മാരെ ഹെൽത്ത് ഇൻഡെക്സുകൾ, എന്തോന്ന് കാണ്ടം കണക്കുകൾ, എന്തോന്ന് അമേരിക്കയിൽ നിന്ന് ആരോഗ്യ കേരളം ഒലക്കയാണ്. വീടിനും നാടിനും വേണ്ടി ഓടി നടന്നവൻ രാവന്തിയോളം കഷ്ടപ്പെട്ട ശരീരമാണ് വീണുപോയതൊരു നെഞ്ചുവേദനയിൽ. അടിയന്തരമായി ആൻജിയോഗ്രാം അടക്കം ചികിത്സകൾ പറഞ്ഞ് 108 ആംബുലൻസ് കിട്ടാൻ വൈകിയപ്പോൾ ഇല്ലാത്ത പണം മുടക്കി ഒരു ആംബുലൻസിൽ പാഞ്ഞെത്തിയതാണ്. ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്കല്ല, ആ ഭരണകേന്ദ്രത്തിന് 3/4 കിലോമീറ്റർ മാത്രം അകലെ ആരോഗ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള മെഡിക്കൽ കോളേജിലേക്കാണ്. ഈ രാത്രി ആ മനുഷ്യന്റെ വല്ലാത്ത വിധി സ്വപ്നങ്ങൾ ബാക്കിയാക്കി എരിഞ്ഞൊടുങ്ങലാണ്. അന്ത്യകർമ്മങ്ങൾക്കൊടുവിൽ പട്ടടയാണ്. ആകസ്മിക മരണമല്ല, അനാസ്ഥയുടെ ജീർണാവസ്ഥയിൽ ഈ സിസ്റ്റം കൊന്നുകളഞ്ഞതാണ് കൊലപാതകം. കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോവാൻ കാശില്ലാത്തവന്റെ ഗതികെട്ട അവസ്ഥയാണ് നരകയാതന. ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ആ ഓഡിയോ ക്ലിപ്പെങ്ങാനും കേട്ടുകളയല്ലേ. ആരോഗ്യ കേരളത്തെ തകർക്കാനെന്തോ ഗൂഢനീക്കമെന്നൊക്കെ പറഞ്ഞു കളയും. ഇതായി കഴിഞ്ഞ മാസമാണ് അതേ കുറ്റത്തിന്, കാശില്ലാത്ത അതേ കുറ്റത്തിന് അങ്ങേയറ്റത്തെ അനാസ്ഥയിൽ ഒരു 8 വയസ്സുകാരി കുഞ്ഞിന്റെ കൈമുറിച്ചു മാറ്റി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രാരാബ്ധ മനുഷ്യർ റോട്ടിൽ അന്താളിച്ചു നിൽപ്പാണ്. ഗൂർവാണവടിയല്ലാതെ ആ കുഞ്ഞ് സ്വന്തം വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കാണിക്കോ സാറന്മാരെ ഈ നാറിയ പണി. ബാക്കിയുള്ള ഒറ്റക്കൈയിൽ 10 രൂപയെങ്കിലും വെച്ചുകൊടുത്തോ ഈ സർക്കാർ. എന്തിനാണ് ഈ വെറും വാക്കിന്റെ വഞ്ചന? കാശില്ലെങ്കിലും ഈ സംവിധാനം ചേർത്തുപിടിക്കും, കാക്കും എന്ന വിശ്വാസം നെഞ്ചിൽ പൊത്തി ജീവൻ കാക്കാൻ ഓടിയെത്തിയ മനുഷ്യൻ രായ്ക്കുരാമാനം നരകയാതിനുള്ള മരണസാക്ഷ്യവും പറഞ്ഞ് സന്തോഷമറിയാത്ത വേദനയിൽ എരിഞ്ഞൊടുങ്ങിയെങ്കിൽ എന്തോന്ന് സാറന്മാരെ ഹെൽത്ത് ഇൻഡെക്സുകൾ, എന്തോന്ന് കാണ്ടം കണക്കുകൾ, എന്തോന്ന് അമേരിക്കയിൽ നിന്ന് ആരോഗ്യ കേരളം ഒലക്കയാണ്.